വീണ്ടെടുപ്പിൻ ഗാനം പാടി വാഴ്ത്തി രക്ഷകനേശുവേ കുമ്പിടും ഞാൻ. കഷ്ടത തുഷ്ടിയായി ആസ്വദിക്കും സാധുക്കൾ മക്കൾക്ക് ഈ ഭാഗ്യം ലഭ്യം. പ്രൈസ് ദി ലോർഡ്. കരുണാസമ്പന്നനായ അരുമനാഥൻ്റെ തിരുവെഴുത്ത് തിരിച്ചറിയാനുള്ള ഒരു സന്ധ്യ കൂടെ സർവശക്തൻ സമ്മാനിച്ചതിൽ ഞാൻ സ്തോത്രം ചെയ്ത് ആരാധിക്കുകയാണ്. ഫിലദൽഫിയ AG ഷാർജ ഒരുക്കിയ നിത്യത മുതൽ നിത്യത വരെയുള്ള എന്ന വിഷയത്തിൻ്റെ 18ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു പാപം ചെയ്ത ദൂതന്മാരാരാണ്, അവരുടെ കിടപ്പാടം എവിടെയാണ്, അവർക്കുള്ള ശിക്ഷ എവിടെയാണ്, നിത്യ ബന്ധനവും നിത്യശിക്ഷയും തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. യൂദയുടെ ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങളിലെ കൃത്യനിഷ്ഠ നമ്മൾ മനസ്സിലാക്കി. എന്താണ് അവിടുത്തെ താരതമ്യം എന്ന് നമ്മൾ കാണുകയുണ്ടായി. 6-ാം വാക്യത്തിലെ താരതമ്യം എന്താണെന്ന് മനസ്സിലായി, പാപം എന്താണെന്ന് നമുക്ക് പിടികിട്ടി. ഇന്ന് നമ്മൾ അതിന് കുറച്ചുകൂടെ ഉയർന്ന ഭാഗത്തേക്ക് നമ്മൾ കയറുകയാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ കുറച്ചുകൂടെ ആഴങ്ങളിലേക്കാണ് കടക്കുന്നത്. ഇന്ന് ഈ ഭാഗം പഠിക്കുമ്പോൾ പ്രത്യേക പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. വളരെ ഡെപ്തുള്ള ഒരു ഭാഗത്തേക്കാണ് ഇന്ന് നമ്മൾ ഒന്നിച്ചു ചേരുന്നത്. ആ കാര്യം നിങ്ങളാരും മറക്കരുത് എന്നോർക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇതിലേക്ക് പ്രവേശിക്കാം. അഭിയമോള് ഇപ്പോൾ വായിക്കും. ജീന വായിച്ചു. സാത്താന്റെ 4 തരം വീഴ്ചകൾ, 6 ഘട്ടങ്ങൾ, അവന്റെ നിത്യത. വേദപുസ്തകം പറയുന്ന വലുപ്പത്തിൽ ഈ കാര്യം പഠിക്കണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് ഓർപ്പിക്കും. സാത്താന്റെ 4 പതനങ്ങളാണ് ബൈബിൾ എഴുതി. ആ 4 പതനങ്ങൾ വേർതിരിച്ച് പഠിക്കുന്ന രീതി നമ്മുടെ ഇടയിൽ കാണുന്നില്ല. അത് കാണണം. ഫിലദൽഫിയ AG ഒരുക്കിയ ഈ വിരുന്നിൽ വിഭവങ്ങൾ ഏറെയാണ്. അതിൽ ഞാൻ സന്തോഷിക്കും. അത് മാന്യമായി ചിന്തിക്കാനുള്ള പഠിക്കാനുള്ള ശ്രേഷ്ഠമായ രാത്രി ഒന്നുകൂടെ ലഭിച്ചല്ലോ. കർത്താവ് പാസ്റ്റർ AG തോമസിനോടും ഒപ്പം തന്നെ സഭയോടും ആഗതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും മാധ്യമങ്ങൾ വഴി ശ്രദ്ധിക്കുന്ന ഏവർക്കും എൻ്റെ സ്നേഹവന്ദനവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ കിടക്കാം. സാത്താൻ്റെ 4 പതനങ്ങൾ എന്താണ്? അവൻ്റെ 6 ഘട്ടങ്ങൾ കൃത്യമായി ബൈബിൾ എഴുതിയിട്ടുണ്ട്. അതോടുകൂടി അവൻ്റെ നിത്യത. ഇത് സംബന്ധിച്ച് ബൈബിൾ തരുന്ന വിശാല വിജ്ഞാന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വർഗം നമ്മളെ അതിനായി സഹായിക്കട്ടെ. നമുക്ക് ഓരോന്നോരോന്ന് വായിച്ചു പോകാം. വായിച്ചാട്ടെ. First, Satan and 4 kinds of fall. സാത്താനും 4 തരം പതനങ്ങളും. 4 തരം പതനങ്ങൾ എന്ന് പറഞ്ഞാൽ 4 ടൈപ്പാണെന്ന് മാത്രമല്ല, 4 സമയത്താണ്. ആ കാര്യം അറിഞ്ഞിരിക്കണം. 4 ടൈപ്പാണ്, 4 തരമാണ്. അപ്പോൾ തന്നെ 4 സമയങ്ങളിലാണ് ഈ പതനങ്ങൾ. അത് കൃത്യമായി ബൈബിളിൽ എങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം. 6 ഘട്ടങ്ങളാണ്, 6 സ്റ്റേജസ് ആണ് സാത്താൻ്റേത് ബൈബിൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെന്താണെന്ന് പഠിക്കണം. പ്രൈസ് ഗോഡ്. നമുക്ക് ഒരുമിച്ച് അതിലേക്കൊന്ന് കടക്കാം. അടുത്തത് സെക്കൻഡ്, Satan's eternity is set. സാത്താനുള്ള സജ്ജമാക്കിയ നിത്യത. നമ്മൾ സെറ്റ് എറ്റേണിറ്റി പഠിച്ചതാണ്. സെറ്റ് എറ്റേണിറ്റി സാത്താന് വേണ്ടി ഒരുക്കിയത് എങ്ങനെയാണ്? ഒന്നുകൂടെ പറയാം. സെറ്റ് എറ്റേണിറ്റി അഥവാ സജ്ജമാക്കിയ നിത്യത സാത്താന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എങ്ങനെയാണ്? ഇതും ഈ കാര്യത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. Third, 6 stages of Satan. സാത്താന്റെ 6 ഘട്ടങ്ങൾ. ഈ 3 വിഷയങ്ങളായിട്ടാണ് ഇത് പഠിക്കേണ്ടത്. ദീർഘമായ ഒരു ലെസനാണിത്. അത് കൃത്യമായി ഓരോ ഭാഗം വേർതിരിച്ച് പഠിക്കാൻ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ലോകം മുഴുവൻ ഇതറിഞ്ഞിരിക്കേണ്ടതാണ്. സാത്താൻ ലോകത്തെ എത്ര വരെ എത്തിച്ചു എന്നൊക്കെ അറിയാൻ ഈ ക്ലാസ് ഉപകാരമാകും. അവൻ്റെ അവസാനത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാം. അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ എന്ന് 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നതിനാൽ നോ ഹിസ് വൈസ് അഥവാ ഡിവൈസസ് അല്ലെങ്കിൽ മെത്തോഡിയ അല്ലെങ്കിൽ നോയ്മേറ്റ, അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയണം എന്നതാണ് സത്യം. അതുകൊണ്ട് നമുക്കിനി അല്പം ഒന്ന് അറിഞ്ഞ് പോകാം. വായിക്കാം. ഈ വേദഭാഗം വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുന്നതും വായിക്കാം. He is a cherub, not an angel. Ezekiel 28 verses 14.
ഇവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് പറഞ്ഞോട്ടെ. പിശാച് ദൂതനാണെന്നാണ് ഒട്ടനവധി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ഒന്നിലും പിശാച് ദൂതനാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖ പോലും ഇല്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം. എൻ്റെ കയ്യിലിരിക്കുന്നു, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തരണം, ആരും തരാതിരിക്കരുത്. അതും കൂടെ നമുക്ക് പുറത്തു കൊണ്ടുവരണമല്ലോ. സത്യം നമുക്ക് പുറത്തു വരില്ലേ വേണ്ടത്. നമുക്കിവിടെ അപ്പോളജറ്റിക് പ്രസൻറ്റേഷൻ ഇല്ലല്ലോ, സംവാദ പശ്ചാത്തലം നമ്മുടെ ക്ലാസ്സിലില്ല. പകരം സത്യം പുറത്തു കൊണ്ടിരുന്നൊരു പശ്ചാത്തലം മാത്രമാണ് നമ്മുടെ ക്ലാസ്സിൽ ഉള്ളത് എന്നറിഞ്ഞിരിക്കുക. ഇവിടെ ഒന്നോട് ഞാൻ എടുത്തു പറയട്ടെ, ദൈവത്തിന് 11 സൈന്യങ്ങളാണുള്ളത്. അതിലൊരു സൈന്യമാണ് കെറൂബ് വർഗ്ഗം. ആദ്യമായി കെറൂബിനെ കാണുന്നത് ഏദൻ തോട്ടത്തിലാണ്. 4 ഇടങ്ങളിലാണ് കെറൂബിനെ കുറിച്ചുള്ള പഠനം ബൈബിളിൽ കാണുന്നത്. ആ ഏദൻ തോട്ടത്തിലാണ് കെറൂബിനെ കുറിച്ച് ആദ്യം കാണുന്നത്. നമുക്കിതൊന്ന് വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം മലയാളത്തിലും ഇംഗ്ലീഷിലും വായിച്ചു കേൾക്കണം എന്ന് ഓർപ്പിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം 14-ാം വാക്യം. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്ന, ദൂതനാകുന്നല്ല. അത് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ വലുപ്പത്തിൽ കാണാം. നമുക്ക് ഒന്ന് വായിച്ചാട്ടെ. Ezekiel 28:14. Thou art the anointed cherub that covereth, and I have set thee so. Thou wast upon the holy mountain of God. Thou hast walked up and down in the midst of the stones of fire. അനോയിന്റഡ് ചെറൂബാണ്. ഒരിക്കൽ പോലും ദൂതനെ അനോയിന്റഡ് ഏഞ്ചൽ എന്ന് വിളിച്ചിട്ടില്ല. ആ കാര്യം ആദ്യം അറിഞ്ഞിരിക്കണം. അനോയിന്റഡ് ഏഞ്ചൽ എന്ന പദം ഒരൊറ്റ സ്ഥലത്ത് ബൈബിളിൽ വിളിച്ചിട്ടില്ല. പക്ഷേ കെറൂബിനെ അഭിഷക്ത കെരൂബ് എന്ന് തന്നെ വിളിച്ചിരിക്കുന്നു. ആമേൻ. ആ കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. അഭിഷേകത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ 5 എബ്രായ പദങ്ങളാണ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും അനോയിൻറ്റിങ്, അഭിഷേകം എന്ന് തർജ്ജമ ചെയ്തിട്ടുള്ളത്. 5 പദങ്ങളുടെ വിശദീകരണമല്ല പഠിപ്പിക്കുന്നത്, അറിഞ്ഞിരിക്കണമല്ലോ. 7 ഗ്രീക്ക് പദങ്ങളാണ് അഭിഷേകം എന്ന് മലയാളത്തിലും അനോയിൻറ്റിങ് എന്ന് ഇംഗ്ലീഷിലും നമ്മൾ തർജ്ജമ ചെയ്യാൻ എടുത്തിരിക്കുന്നത് പഴയ പുതിയ നിയമത്തിൽ നിന്ന്. ആ ഒരു ചെറിയ അറിവും കൊണ്ട് ഇവിടെ പറഞ്ഞെങ്കിലേ മനസ്സിലാകൂ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഭിഷക്ത കെറൂബ് എന്നാണ്. നമ്മുടെ അഭിയമോള് ആ ഭാഗം മാത്രം ഒന്ന് വായിച്ചിട്ട്, ഫുൾ വാക്യം വായിക്കേണ്ട, അത് മാത്രം ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. Thou art the anointed cherub. അനോയിന്റഡ് ചെറൂബ് അഭിഷക്ത കെറൂബാണ്. ഈ ഒരു അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അപ്പം പിശാച് ദൂതനാണെന്നും ദൂതനായിരുന്നു എന്നൊക്കെ പറയുന്ന ആ ചിന്ത തിരുവെഴുത്തിൽ ഇല്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പണ്ഡിതന്മാർക്കില്ലെന്നോ പഠിപ്പിക്കലില്ലെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. അതാരും തെറ്റിയിരിക്കരുത്. ധാരാളം ടീച്ചിങ്സ് ഉണ്ട്. പക്ഷെ ബൈബിളിലില്ലെന്നേ പറഞ്ഞോളൂ. നമുക്ക് ബൈബിളിലുള്ളത് കാണാം. ദൂതനല്ല, അവൻ കെറൂബാണ്, അവൻ അഭിഷക്ത കെറൂബാണ് എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ ഒരു വലിയ തത്വത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട് ഈ കാര്യം ചിന്തിക്കാൻ, പഠിക്കാൻ? പ്രൈസ് ഗോഡ്. ഇനി അവനെക്കുറിച്ചുള്ള വിഷയങ്ങൾ മനസ്സിലാക്കണമല്ലോ, കൃത്യമായി ഒന്ന് ഗ്രഹിക്കേണ്ടതുണ്ട്. അടുത്തത് ഇത് വായിച്ചാൽ മതി മോളെ. അവൻ അഭിഷക്തനായിരുന്നു. അടുത്തത് യേശുക്രിസ്തുവിന്റെ മൊഴിയാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. ഇതൊക്കെ പ്രധാന പദങ്ങളാണ് ബൈബിളിലെ. വായിക്കാം അതിന്റെ ഇംഗ്ലീഷും വായിക്കാം അതിന്റെ മലയാളവും. സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം. ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ. പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? സാത്താന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പം രാജ്യമുണ്ട് എന്ന്, ആധിപത്യമുണ്ട് എന്ന്, ഭരണമുണ്ട് എന്ന് യേശുക്രിസ്തു തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുക. ആ കാര്യം അറിഞ്ഞിരിക്കണം. അവൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള വിശാല അറിവ് ബൈബിൾ കാണാം. അല്പ ആഴങ്ങളിലേക്ക് നമ്മൾ ഇന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അവൻ രാജ്യമുണ്ട് എന്ന് തെളിവായി യേശുവിൻ്റെ മൊഴി കഴിഞ്ഞിട്ടില്ല. നമുക്ക് അതുകൂടെ ഒന്ന് കാണാനല്ലോ. വായിച്ചാട്ടെ മോളെ. ഈ പുള്ളിക്കാരൻ്റെ ടൈറ്റിലുകൾ പഠിക്കുകയാണെങ്കിൽ ഒത്തിരിയുണ്ട്.
ഞാൻ ഈ കമ്പ്യൂട്ടറിലെ ടൈറ്റിലുകളെല്ലാം എനിക്ക് ലഭിച്ചത് എഴുതി വച്ചിട്ടുണ്ട്. തൽക്കാലം 2 ടൈറ്റിൽ കാണിക്കുകയാണ്. 14-ാം അധ്യായം യെശയ്യാവ് എടുക്കുമ്പോൾ അരുണോദയ പുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്ത് നിന്ന് വെട്ടേറ്റ് വീണു എന്ന് പറയുന്നുണ്ട്. അരുണോദയ പുത്രനായ ശുക്രനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ തുടക്കം 4-ാം വാക്യത്തിലാണ്. അവന് കിങ് ഓഫ് ബാബിലോൺ എന്ന് പറഞ്ഞിരിക്കുന്നു. ബാബിലോന്യ രാജാവ് എന്ന ഒരു പ്രവചനം പറയുമ്പോൾ 2 ഭാഗങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ചരിത്രത്തിൽ അത് നിറവേറുന്നത് എങ്ങനെ. 2, അതിൻ്റെ ആത്മീക അർത്ഥത്തിൽ നിറവേറുന്നത് എങ്ങനെ, പ്രവചനാർത്ഥത്തിൽ അത് നിറവേറുന്നത് എങ്ങനെ. അപ്പം ചരിത്രത്തിൽ നിറവേറുന്നത് വേറെ, പ്രവചനാർത്ഥത്തിൽ നിറവേറുന്നത് വേറെ. ഇത് 2 ഭാഗമായിട്ടാണ് എപ്പോഴും പഠിക്കേണ്ടത്. യെഹെസ്കേൽ 28:15 പഠിക്കുമ്പോൾ സോർ രാജാവ് എന്നാണ് അവനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അന്ന് സോർ രാജാക്കന്മാരുണ്ടായിരുന്നൊരു കാലമുണ്ട്. എന്നാൽ ഇവനെ വിളിച്ചിരിക്കുന്നത് സോർ രാജാവെന്നാണ്. ഈ അറിവ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് 4-ാം വാക്യവും 11-ാം വാക്യവും ഒന്ന് മലയാളത്തിൽ വായിച്ചാൽ. അതെ, നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ നീ ബാബേൽ രാജാവിനെ കുറിച്ച് ഈ പാട്ട് ചൊല്ലും. ഇവിടെ ഒരു ചെറിയ മുഖവുര നിങ്ങൾക്ക് ആവശ്യമുണ്ട്. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ ഒരു പ്രവചനത്തിൻ്റെ 7 ബ്രാഞ്ചസ് ആണ് അവിടെ ഉള്ളത്, 7 ശാഖകൾ. ഇത് നിങ്ങളുടെ ഓർമ്മയിലിരിക്കണം. അടുത്ത അല്പം കഴിയുമ്പോൾ നിങ്ങൾക്കിത് വളരെ ഭംഗിയായി മനസ്സിലാകും. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പ്രവചനത്തിൻ്റെ 7 ബ്രാഞ്ചസ് അതിനകത്ത് കാണാം. അത് പറയുന്നത് മുഴുവൻ ഇവനെക്കുറിച്ചാണോ? അല്ല, ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ആ 7 പ്രവചനങ്ങൾ നിറവേറുന്ന സമയത്ത് എന്തൊക്കെയാണ് താഴെ കാണുന്നത് എന്നാണ് പഠിക്കേണ്ടത്. അതിൽ 7-ാമത്തെ വാക്യം കൊണ്ട് വായിക്കണം. വേഗം നിങ്ങളുടെ ഉള്ളിൽ ഈ കാര്യം പതിയാൻ വേണ്ടി കൃത്യമായി ഓർപ്പിക്കാം. 7-ാമത്തെ വാക്യം. ഈ പാട്ട് പാടുന്ന സമയത്ത് സർവഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്ന ടൈമിലെ പാട്ടാ ഇത്. ആമേൻ. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയട്ടെ, നിങ്ങളുടെ അറിവിൽ ഇത് വരണം. 14-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിലെ പാട്ട് പാടുന്ന സമയത്ത് ഈ ഭൂമി സ്വസ്ഥമായിരിക്കുന്ന സമയമാണ്. 1000 ആണ്ടാണത് എന്ന കാര്യം തെളിയിക്കാൻ ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. അപ്പോൾ ഭൂമി സ്വസ്ഥമായിരിക്കുന്ന സമയത്താണ് 14-ാം അധ്യായം 4 മുതൽ ബാബിലോൺ രാജാവിനെ കുറിച്ച് പറയുന്നതും 15-ാം വാക്യം വരെ പറയുന്നതും ഇനിയുടെ അരുണോദയ പുത്രനായ ശുക്ര എന്നവനെ വിളിച്ചതും ആ പാട്ടിൽപ്പെട്ട കാര്യമാണ്. അത് പാടിയതല്ല, എടുത്ത് ഞാൻ പറയട്ടെ, അത് പാട്ട് പാടി കഴിഞ്ഞതല്ല, പാടാനുള്ള പാട്ടാണ്. അതെപ്പോഴാണ്? ഒന്നുകൂടെ വായിപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. 7-ാം വാക്യം ജീന ഒന്ന് നിർത്തി വായിച്ചാട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചാട്ടാ വാക്യം. സർവഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു. അടുത്തത്, അവ ആർത്തു പാടുന്നു. സരള വൃക്ഷങ്ങളും ലബാനോനിലെ ദേവദാരുക്കളും നിന്നെ കുറിച്ച് സന്തോഷിച്ചു. ഈ കാര്യം ശ്രദ്ധിക്കുക. സർവഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുമ്പോൾ ഈ അരുണോദയ പുത്രൻ എന്ന് പേരുള്ള ബാബിലോൺ രാജാവ് എന്ന് പേരുള്ള ഇവനെ കുറിച്ച് ഈ പാട്ട് പാടുകയാണ്. അങ്ങനൊരു പാട്ട് ബാബിലോന്യ രാജാക്കന്മാരെ കുറിച്ച് പാടിയിട്ടില്ല. വളരെ സ്പഷ്ടമായി അറിഞ്ഞിരിക്കണം. ബാബിലോന്യ രാജാക്കന്മാരെ കുറിച്ച്, അഥവാ നെബോപ്ലാസറിന്റെ മകനായ നെബുക്കദ്നേസറോ നെബോണിഡ്സോ ബെൽസസറോ തുടങ്ങിയ പാർട്ടികളെ കുറിച്ച് ഈ ടൈപ്പ് ഒരു പാട്ട് പാടിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം സർവഭൂമിയും സ്വസ്ഥമായിരിക്കുന്ന ഒരു ടൈം ഇന്ന് വരെ ഇല്ല എന്ന കാര്യം ആദ്യം അറിഞ്ഞിരിക്കണം. യെശയ്യാ പ്രവചനം കൃത്യമായി പഠിക്കുക. സർവഭൂമിയും സ്വസ്ഥമായിരിക്കുന്ന സമയം ഇന്ന് വരെയില്ല, കഴിഞ്ഞിട്ടില്ല. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ജസ്റ്റ് ജീന ഒന്ന് വായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കുറച്ചുകൂടെ വ്യക്തമാകും. വായിച്ചാട്ടെ. യഹോവ യാക്കോബിനോട് മനസ്സറിഞ്ഞ് ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്തു, സ്വദേശത്ത് അവരെ പാർപ്പിക്കും. കേൾക്കുക, യഹോവ മനസ്സലിയുന്നൊരു സമയം വരുന്നു. ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുക്കുന്ന ഒരു സമയം വരുന്നു. വീണ്ടും അവരെ സ്വദേശത്ത് പാർപ്പിക്കുന്ന സമയം വരുന്നു. ഇതൊക്കെ എത്ര കൃത്യമായ പ്രവചനങ്ങളാണ്, കഴിഞ്ഞിട്ടില്ല. അടുത്തത്, അന്യജാതിക്കാരും അവരോട് യോജിച്ച് യാക്കോബ് ഗ്രഹത്തോട് ചേർന്നുകൊള്ളും. ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് നടന്നിട്ടില്ല.
അവർ മടങ്ങി വന്നിട്ടുണ്ട് എന്ന കാര്യം ശരിയാണെങ്കിലും ഇതെല്ലാം പൂർത്തീകരിച്ചിട്ടില്ല, ഈ പ്രവചനങ്ങൾ നടന്നിട്ടില്ല. അടുത്ത ഭാഗം, ജാതികൾ അവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ജാതികൾ കൂട്ടിക്കൊണ്ടുവരണം, കഴിഞ്ഞിട്ടില്ല. അടുത്തത്, ഇസ്രായേൽ ഗൃഹം അവരെ യഹോവയുടെ ദേശത്ത് ദാസന്മാരായും ദാസിമാരായും അടക്കിക്കൊള്ളും. അപ്പൊ ഇസ്രായേലിന്റെ അടിമകളായി ജാതികൾ ഇരിക്കുന്ന കാലം വരണം. ഇസ്രായേലിന്റെ കീഴിൽ അടിമകളായി ജാതികൾ ഇരിക്കുന്ന കാലം വരണം. അന്നാണ് ഈ പാട്ട് പാടുന്നത്. ഈ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം നിറവേറണം. അന്നാണ് ഈ പാട്ട് പാടുന്നത്. കഴിഞ്ഞിട്ടില്ല. അടുത്തത്, തങ്ങളെ ബദ്ധന്മാരാക്കിയവരെ അവർ ബദ്ധന്മാരാക്കി. ശ്രദ്ധിക്കുക, തങ്ങളെ 100-ലധികം രാജ്യങ്ങൾ, ഏതാണ്ട് 127 രാജ്യങ്ങൾ അവരെ ബദ്ധരാക്കിയിരുന്നു. പിന്നെയുമുണ്ട്. ആധുനിക കണക്കനുസരിച്ച് 102 രാജ്യങ്ങളിൽ അവർ ബദ്ധരായിരുന്നെന്ന. അവരെ ഇസ്രായേൽ വാഴുന്ന ടൈം വരണം. തങ്ങളെ ബദ്ധരാക്കിയ 100-ലധികം രാജ്യങ്ങൾ ഇവരുടെ കീഴിൽ വരണം. ഇന്ന് വരെ അത് വന്നിട്ടില്ല. കൃത്യമായി ശ്രദ്ധിക്കുക വാക്യം. ഒന്ന് വായിച്ച മോളെ ആ വാക്യം എല്ലാവരും. തങ്ങളെ ബദ്ധന്മാരാക്കിയവരെ അവർ ബദ്ധന്മാരാക്കുകയും ഇസ്രായേൽ അവരെ ബദ്ധന്മാരാക്കണം. ആധുനിക മോഡേൺ കണക്കനുസരിച്ച് 102 രാജ്യങ്ങളിൽ അവർ ബദ്ധരായിരുന്നതാണ്. ശരിയോ തെറ്റ് ഏതെങ്കിലും ആവട്ടെ, അവരെ ഇസ്രായേൽ ബദ്ധിതരാക്കണം, അവരെ കീഴടക്കണം. അത് ഇതുവരെ നടന്നിട്ടില്ല. അടുത്തത്, തങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും ചെയ്യും. ഓ, ഇതുവരെ നടന്നിട്ടില്ലല്ലോ. BC 721 മുതൽ അവരടിമകളാണ് 10 ഗോത്രങ്ങൾ. വിശാല സ്ഥലങ്ങളിലേക്ക് ഒത്തിരി പോയി. BC 606 ഓഗസ്റ്റ് 4 മുതൽ അവരടിമകളായി പോയി 2 ഗോത്രങ്ങൾ. അവർ 12 ഗോത്രങ്ങളും തിരിച്ചു വന്ന് ഈ പറയുന്ന പ്രവചനങ്ങൾ നിറവേറിയിട്ടില്ല, അവർ വാണിട്ടില്ല. ആ വാഴുന്ന കാലത്താണ് ഈ പാട്ട് പാടുന്നത്. വായിച്ചു നിർത്തി എൻ്റെ ബാക്കി ഒന്ന് വായിച്ചെഞ്ചീനെ. നിങ്ങൾ ആ വാക്യം നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. തിരുവഴുത്ത്, യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ കഠിനദാസ്യവും നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ യഹൂദനെ വിശ്രമം നൽകുന്ന നാളിലാണ് ഈ പാട്ട് പാടുന്നത്. ഇന്ന് വരെ യഹൂദന് വിശ്രമം കിട്ടിയിട്ടില്ല. 14-ാം അധ്യായത്തിലെ പ്രവചനം ശ്രദ്ധിക്കുക. 6 ബ്രാഞ്ചസ്, 14-1 മുതൽ 3 വരെയുള്ള 6 ബ്രാഞ്ചസ് നിറവേറണം. അത് ഇതുവരെ നിറവേറിയിട്ടില്ല. ആ നിറവേറുന്ന കാലത്താണ് ഈ പാട്ട് പാടുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ആ പാട്ട് പാടുമ്പോൾ കൃത്യമായി അറിയണ്ടേ? താഴ്ത്തു വായിച്ച പോലെ, വിശ്രാമം നൽകുന്ന നാളിൽ നീ ബാബേൽ രാജാവിനെ കുറിച്ച് പാട്ട് ചൊല്ലും. അപ്പൊ ആ നാള് ഇതുവരെ എത്തിയിട്ടില്ല. ഭൂമി മുഴുവൻ സ്വസ്ഥമാകുന്ന നാള് ഇതുവരെ എത്തിയിട്ടില്ല. ഈ 2 ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യത്തെ 3 വാക്യങ്ങളിൽ പറയുന്ന യഹൂദിനോട് ബന്ധപ്പെട്ട 7 ബ്രാഞ്ചസ് നിറവേറിയിട്ടില്ല. 10-ാം വാക്യത്തിൽ പറയുന്ന ഭൂമി മുഴുവൻ സ്വസ്ഥമായിരിക്കുന്ന, 7-ാം വാക്യത്തിൽ ഭൂമി മുഴുവൻ സ്വസ്ഥമായിരിക്കുന്ന കാര്യവും പറഞ്ഞിട്ട് നിറവേറിയിട്ടില്ല. ആ നിറവേറുന്ന കാലത്ത് പാടാനുള്ള പാട്ടാണ് യെശയ്യാവ് 14. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യം നിങ്ങൾ നന്നായി അറിഞ്ഞിരിക്കുക. ഒന്നുകൂടെ എടുത്തു പറയുന്നത്, സാധാരണഗതിയിൽ ഈ പാഠങ്ങൾ വന്നിട്ടില്ലാത്തതുകൊണ്ടാണ്. ഫിലദൽഫിയ AG ഷാർജക്കാർ ഒരുക്കിയ നിത്യത മുതൽ നിത്യത വരെയുള്ള ഈ ക്ലാസ്സിൽ പലതും പുതുതാണ് എല്ലാവർക്കും. ഇത് ഞാൻ നാളുകളായി പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പൊതുവെ ഇത് പുതുതാണ്. എന്നാൽ പുതിയ പാഠമല്ല, ബൈബിളിലെ പാഠങ്ങൾ വായിച്ച് കേൾപ്പിച്ചാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒരൊറ്റ പണ്ഡിതന്മാരോട് ഉദ്ധരിക്കുന്നില്ല എന്ന കാര്യം കൂടെ എല്ലാവരും അറിഞ്ഞിരിക്കുക. ഒന്ന് ഉറക്കെ പറയുകയാണ് ഞാൻ, ഓരൊറ്റ സ്കോളേഴ്സിനെയും ഉദ്ധരിച്ചുകൊണ്ടല്ല ഇവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവ് ലിഖിതപ്പെടുത്തിയ തിരുവഴുത്തിലെ തിരുമൊഴിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കൃത്യമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വ്യക്തമാണ്, അരുണോദയപുത്രനായ ശുക്രനെ കുറിച്ചുള്ള പാട്ട് പാടുന്നത് 4-ാം വാക്യം മുതലാണ്. പാടുന്ന സമയം ഒന്നുകൂടെ എടുത്തു പറയുന്നു, തെറ്റിയിരിക്കരുത്. ആദ്യത്തെ 3 വാക്യങ്ങളിൽ 7 ബ്രാഞ്ചസ് ഉള്ള ഒരു പ്രൊഫസി നിറവേറാനുണ്ട്. 7-ാം വാക്യത്തിൽ ഭൂമി മുഴുവൻ സ്വസ്ഥമാകാനുണ്ട്. ആ ടൈമിലാണ് ഈ പാട്ട് പാടുകയുള്ളൂ എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ റെജി പാസ്റ്റർ എന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. കാരണം പാസ്റ്റർ എന്താ ഇതൊക്കെ പറയുന്നത് അല്ലേ? ഇത് ഞാൻ പറയുക മാത്രമല്ല,
പ്രിന്റ് ചെയ്ത് കൊടുത്തിരിക്കുക. യെശയ്യാവിന്റെ പുസ്തകം 66 അധ്യായത്തിന്റെയും വിഷയങ്ങൾ കൃപയാൽ 16 കൊല്ലം കൊണ്ട് പഠിച്ച് അത് ടൈപ്പ് ചെയ്ത് പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞു. ഫസ്റ്റ് എഡിഷൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്ര തീർത്ത് പറയുന്നത്. നിങ്ങൾക്ക് രേഖാമൂലം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്, മാധ്യമങ്ങൾ വഴി. ഇത് രണ്ടും ലോകം അറിയട്ടെ. ദൈവമുള്ള സാവകാശം തന്നതിന് ഞാൻ ദൈവത്തോടും ഫിലദൽഫിയ AG സഭയോടും മുമ്പിൽ നിൽക്കുന്ന പാസ്റ്ററോടും വീണ്ടും നന്ദി പറയുകയാണ്. സ്വർഗ്ഗം അവരെ മേൽക്കുമേൽ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇനി അകത്തേക്ക് കടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ വായിച്ച ഭാഗങ്ങൾ ശ്രദ്ധിച്ചാട്ട് കഴിഞ്ഞിട്ടില്ല. വായിക്കാം. Army. Matthew 25 verses 41, Isaiah 24 verses 21. പിശാചിന്റെ പട്ടാളത്തെക്കുറിച്ച്, സൈന്യത്തെക്കുറിച്ച് ബഡാ പാഠഭാഗം ബൈബിളിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് എവിടെ വരെ പഠിക്കാനുണ്ടെന്ന് ഇപ്പോൾ പഠിപ്പിക്കുകയല്ല. ഇവിടെ സജ്ജമാക്കിയ നിത്യതയിൽ പിശാചും സൈന്യവും ചെന്നുപെടുന്ന കാര്യത്തെക്കുറിച്ച്, പതനങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്, 4 വീഴ്ചകളെക്കുറിച്ച് പഠിക്കുന്നത്. അതിൻ്റെ തുടക്കമാണ് ഈ മുഖവുര എന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. വായിക്കാം നമുക്ക്. ഈ 2 വാക്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും. പിശാചിനും അവന്റെ ദൂതന്മാർക്കും. ഇംഗ്ലീഷ് വായിക്കാം. Matthew 25 verses 41. Then shall he say also unto them on the left hand, Depart from me, ye cursed, into everlasting fire, prepared for the devil and his angels. Devil and his angels. അപ്പൊ പിശാചിനും ദൂതന്മാർക്കും എന്ന് പറയുമ്പോൾ പിശാചിന്റെ കൂടെ ദൂതഗണങ്ങൾ സൈന്യമായിട്ടുണ്ട് എന്ന കാര്യം ഇവിടെ തെളിവായി. അത് കഴിഞ്ഞിട്ട് അതുപോരാ, വായിച്ചാട്ട് 24, 21 നിങ്ങൾ കൃത്യമായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കണം. വളരെ ബൃഹത്തായ പാഠങ്ങൾ ബൈബിളിൽ കിടപ്പുണ്ട്. നമുക്കതിലേക്ക് പിന്നെ വിശാലമായി കിടക്കാം. വായിച്ചാട്ട്. 24 അന്നാളിൽ യഹോവ ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലന്മാരെയും സന്ദർശിക്കും. മോളെ ഒന്നുകൂടെ നിർത്തി വായിച്ച് എല്ലാവരും കേൾക്കട്ടെ. അന്നാളിൽ യഹോവ ഉയരത്തിൽ, ഒരു മിനിറ്റ്, ഉയരത്തിൽ, 2 ഭൂമിയിൽ, 2 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഉയരത്തിൽ ആരുണ്ട്? വായിച്ച്. ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യം. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഉയരത്തിൽ ഉന്നതന്മാരുണ്ട്, ഉന്നതന്മാർക്ക് സൈന്യങ്ങളുണ്ട്. എല്ലാവരും കൂടി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉയരത്തിൽ ഉന്നതന്മാരുണ്ട്, ഉന്നതന്മാർക്ക് സൈന്യങ്ങളുണ്ട്. കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഒന്ന് വായിച്ച ഇംഗ്ലീഷിൽ. Isaiah 24 verses 21. And it shall come to pass in that day that the Lord shall punish the host of the high ones Host. that are on ഹോസ്റ്റ് ഓഫ് ദി high ones. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹോസ്റ്റ് ഓഫ് ദി ഹൈ വൺസ്. എന്റെ ചോദ്യം, ഉയരത്തിൽ ഒരു ഉന്നതൻ മാത്രമല്ല, ഉന്നതന്മാരുണ്ട്. അപ്പൊ അവരാരൊക്കെയാണ്? അവരുടെ സൈന്യങ്ങൾ ഏതൊക്കെയാണ്? പോരാ, അടുത്തത് ഭൂമിയിൽ. ഇൻ ഇംഗ്ലീഷ്. That are on high and the kings of the earth upon the earth. അപ്പൊ ഭൂമിയിൽ അവന് രാജാക്കന്മാരുണ്ട്. ഇവരെ 2 പേര് എന്ത് ചെയ്യുന്ന എഴുതിയിരിക്കുന്നേ? ആ വാക്യം ഒന്ന് വായിച്ചു ചെയ്യുന്നേ. ആ വാക്യം നിങ്ങൾ എല്ലാവരും വായിച്ചു. ഇവരെ 2 പേര്, 2 കൂട്ടർ എന്ത് ചെയ്യും ദൈവം? അന്നാളിൽ യഹോവ ഉയരത്തിൽ ഉന്നതന്മാരുടെ സൈന്യത്തെയും ഭൂമിയിൽ ഭൂപാലന്മാരെയും സന്ദർശിക്കും. എന്നിട്ട് താഴെ, കുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചു കൂട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും. കാരാഗ്രഹത്തിൽ ദൈവം അടയ്ക്കാൻ പോവുകയാണ്. പ്രപഞ്ചത്തിൽ വിന്യസിക്കപ്പെട്ടിട്ടുള്ള പിശാചിന്റെ സൈന്യത്തെ മുഴുവനും കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ പോകുകയാണ്. ഒന്നുകൂടെ എടുത്തു പറയട്ടെ. കോസ്മോസിൽ പരന്നു കിടക്കുന്ന ചെയ്യുന്ന എല്ലാ പൈശാചിക സൈന്യത്തെയും, പോരാ ഭൂമിയിലെ ഭൗമമണ്ഡലത്തിലെ രാജാക്കന്മാരെയും അവന്റെ എല്ലാ പാർട്ടികളെയും കർത്താവ് സന്ദർശിച്ച് കാരാഗ്രഹത്തിലാക്കാൻ പോകുകയാണ്. പാതാളത്തെ കാരാഗ്രഹം എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടെ ഇവിടെ ഉറക്കെ പറയട്ടെ ഞാൻ. പ്രൈസ് ദി ലോർഡ്. പാതാളത്തെ കാരാഗ്രഹം എന്ന് വിളിച്ചിട്ടുണ്ട്. ആ കാരാഗ്രഹത്തിൽ അടയ്ക്ക മാത്രമല്ല, അടുത്ത കാര്യം കൂടെ വായിച്ച മോളെ. കാരാഗ്രഹത്തിൽ അടയ്ക്കും. അടുത്തത്
അവരെ സന്ദർശിക്കുകയും ചെയ്യും. ഏറിയ നാൾ കഴിയുമ്പോൾ വീണ്ടും കർത്താവ് സന്ദർശിക്കും. ഈ ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ ഒരു കൊച്ചു കാര്യമല്ല നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പിശാച് ചരിത്രത്തിലുണ്ട്. അവന് സാത്താൻ എന്ന പേരുണ്ട്. അതിൻ്റെ കാര്യം പിന്നെ പറയാം. അവൻ ഇഷ്ടംപോലെ പേരുകൾ, ടൈറ്റിലുകൾ വേറെയുണ്ട്. ഇവൻ വലിയ സൈന്യത്തെയാണ് കൊണ്ടു നടക്കുന്നത്. ആ സൈന്യത്തിൽ ഒരു ഗ്രൂപ്പാണ് ദൂതന്മാർ. കൂടാതെ ഉയരത്തിൽ ഉന്നതന്മാരുണ്ട്. അവന് ഉന്നതന്മാരുടെ സൈന്യങ്ങളുണ്ട്. അതുകൂടാതെ ഭൂമിയിൽ രാജാക്കന്മാരുണ്ട്. ഇതെല്ലാവരെയും 1000 ആണ്ടേക്ക് എൻ്റെ ദൈവം കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ പോകുകയാണ്. അതാണ് പാതാളം. പാതാളം എന്ന കാരാഗ്രഹത്തിലെ 5 മുറികളിൽ, വിവിധ മുറികളിലായിരിക്കും ഈ പാർട്ടികൾ എന്ന കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അതെങ്ങനെ സൈന്യം എന്നൊക്കെ പറയുമ്പോൾ നേതാക്കന്മാരുണ്ടെന്ന് പറയുന്നത് എന്താ? നമ്മൾ പഠിച്ച കാര്യം ഒന്ന് പറയാം. ഒന്നെടുത്തേ, എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. റീഡ് ഇൻ ഇംഗ്ലീഷ്. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 2. Ephesians 2 verses 2. Wherein in time past ye walked according to the course of the world, according to the prince of the power of the earth, the spirit that now works in the children of disobedience. അക്കോർഡിംഗ് ടു ദ പ്രിൻസ് ഓഫ് ദി എയർ എന്നവിടെ എഴുതിയിരിക്കുന്നത്. അയേറ എന്ന അതിൻ്റെ ഗ്രീക്ക്. അറ്റ്മോസ്ഫറിക് റീജിയൻ എന്ന് കൃത്യമായ അർത്ഥം കൂടിയുണ്ട്. ആവശ്യക്കാർക്ക് എഴുതാം. അവിടെ ഒരു പ്രിൻസ് ഇരിപ്പുണ്ട്. ഇങ്ങനെ ഉയരത്തിൽ ഉന്നതന്മാരുണ്ട്, അവർക്ക് സൈന്യങ്ങളുണ്ട്, അവരെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഇത്ര വലിയ സൈന്യങ്ങളെയും പ്രോഗ്രാമൊക്കെ നടത്തി ഉപയോഗിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ കൃത്യമായി തിരിച്ചറിയാൻ ദൈവം നമ്മെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിന്മേൽ ജയം പ്രഖ്യാപിക്കാൻ ദൈവം തരുന്ന കൃപയ്ക്കും അഭിഷേകത്തിനുമായി നന്ദി പറയുന്നവർ എത്ര പേരുണ്ട്. വളരെ ബൃഹത്തായ ഒരു രാജ്യ പ്രചാര വേലയാണ് അവൻ ചെയ്യുന്നത്. അത് വലിയ സമ്മർദ്ദ വേലയാണ്. ആ പ്രഷറിൽ കുടുങ്ങാതെ, ആ ബന്ധനത്തിൽ കുടുങ്ങാതെ, അതിൽ നിന്ന് പുറത്തു നിർത്തി അഭിഷേകത്താൽ നമ്മെ നടത്തുന്ന, പരിശുദ്ധാത്മാവിനാൽ നമ്മെ നയിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികൾക്കായി സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ചായിരുന്നെങ്കിൽ കൈയടിച്ച് മണിക്കൂറുകൾ ആരാധിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ! അത്രയ്ക്ക് ദൈവശക്തിയാണ്, അത്രയ്ക്ക് അഭിഷേക മണ്ഡലമാണ്, അത്രയ്ക്ക് ആത്മനിറവാണ് ദൈവം നമുക്ക് നൽകുന്നത് എന്ന് ബോധ്യമുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്. ആമേൻ, ആമേൻ. നമുക്ക് അവിടെ അല്പം കൂടെ ആഴത്തിലേക്ക് കടക്കാം. പ്രൈസ് ഗോഡ്. ഞാനിവിടെ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. സൈന്യങ്ങളുടെ വലിയൊരു നിരയുണ്ട്. അത് പിന്നാലെ വിശാലമായി നമുക്ക് പഠിക്കാം. അടുത്തത് ഇതൊന്ന് വായിക്കണം ദയവായി. അഭിയമോള് വായിച്ചിട്ട് അതിൻ്റെ മലയാളം വാക്യങ്ങൾ വായിക്കാം നമുക്ക്. His son. 2 Thessalonians 2 verses 3 to 8. The son of perdition. Revelation 19 verses 20. Therion. ഇവന് മകനുണ്ട്, പുത്രനുണ്ട് എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ആ പുത്രന്റെ പേരും കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. അത് മലയാളത്തിൽ വായിച്ച് കേൾപ്പിച്ചാട്ടെ. 2 3 മുതൽ 8 വരെ. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു. അവിടെ നാശയോഗ്യൻ എന്നതിന് ഇംഗ്ലീഷാണ് ഇവിടെ വായിച്ചത്. അഭിയമോളത് വായിച്ചേനാ ഇംഗ്ലീഷ്. ദ സൺ ഓഫ് പെർഡിഷൻ. എല്ലാവരും ശ്രദ്ധിക്കുക. നാശത്തിന്റെ പുത്രൻ. വെളിപ്പാടിൽ അവനെ വിളിച്ചിരിക്കുന്ന മൃഗമെന്ന. സാധാരണ മൃഗത്തിന് ഉപയോഗിക്കുന്ന പദമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തെറിയോൺ എന്ന ഗ്രീക്ക് വാക്കാണ്. വിശദാംശങ്ങൾ ആൻഡ് ക്രൈസ്റ്റ് എന്ന വിഷയം വരുമ്പോൾ നമുക്ക് ചിന്തിക്കാം. അറിഞ്ഞിരിക്കണം, അവന് പുത്രനുണ്ട് എന്ന കാര്യം കൊണ്ട് മനസ്സിലാക്കുക. അടുത്തത്, ഇവൻ ആരാണെന്ന് ഈ ഒരു വാക്യത്തിൽ നിന്ന് വിശാലമായി പഠിക്കാം. വായിച്ചാട്ടാഭിയപ്പോൾ. The evil one. 1 John 5 verses 19 has world dominion. വായിക്കാം ജീന. 1 യോഹന്നാൻ 5 നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. ഇതവന് ദൈവം കൊടുത്തതല്ല, അവൻ ഏറ്റെടുത്ത് നടത്തുന്നതാണ്. ഈ ഒരു അറിവ് നമുക്കുണ്ടാവണം. പിശാചായിട്ട് അവൻ വാഴാനായി ദൈവം അവൻ അധികാരം കൊടുത്തിട്ടില്ല. തെറ്റിദ്ധരിപ്പിക്കരുത് ആരും. പ്രൈസ് ഗോഡ്. അധികാരം കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. കൃത്യമായി മനസ്സിലാക്കുക.
അധികാരം കൊടുത്തിട്ടില്ല. എടുത്തു പറയുകയാണ് ഞാൻ. അവൻ അധികാരം ഏറ്റെടുത്തതാണ്. അവൻ ഭൂലോകം മുഴുവൻ വാഴുകയാണ്. ഇതാണ് പിശാചിനെ കുറിച്ച് താൽക്കാലികമായ ഒരു അറിവ് നമുക്ക് ആവശ്യമായിരിക്കേണ്ടത്. കഴിഞ്ഞിട്ടില്ല. ഇതൊന്ന് വായിച്ചേ മോളെ. Isaiah 14 verses 12. Halel ben Shachar. അരുണോദയ പുത്രൻ എന്നതിൻ്റെ എബ്രായ പദമാണ് ഇവിടെ വായിച്ചത്. അരുണോദയ പുത്രൻ എന്നതിൻ്റെ എബ്രായ പദം. അതിൻ്റെ അർത്ഥം അറിയാൻ കുറച്ചുകൂടി മുമ്പോട്ട് പോകാം. ലാറ്റിൻ ഭാഷയിൽ അവനെ വിളിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. വായിച്ചാട്ട് അഭിമോൾ. Latin Lucifer, which is light bearer, shining one, morning star, serpent. ഒരു മിനിറ്റ്. പ്രകാശം വഹിക്കുന്നവൻ എന്നാണ് ശരിക്കും അവൻ്റെ അർത്ഥം. പ്രകാശം വഹിക്കുന്നവൻ ഇപ്പോൾ ഇരുട്ടിൻ്റെ ഊറ്റം പൂർത്തിയായി. അത് അവൻ്റെ ഒരു ആഗ്രഹമാണ്. പ്രകാശം വഹിക്കുന്ന ദൈവമക്കൾ അന്ധകാരത്തിൻ്റെ വ്യാപാര മണ്ഡലം കൊണ്ടുവരാൻ അവൻ ശക്തമായി പണിയെടുക്കും. അത് നമ്മുടെ ഇടയിൽ ശക്തമായി അവൻ പണിയെടുക്കും. നല്ല പ്രകാശമുള്ളവരെ അവർ പ്രകാശം കെടുത്തിക്കളഞ്ഞ് കാർമേഘ തുല്യം ആക്കി വല്ലാതെ കൂരിട്ടിൻ്റെ മധ്യത്തിൽ കൊണ്ടിരുന്ന പ്രോഗ്രാം പിശാചിൻ്റെ വലിയ ആഗ്രഹമാണ്. എന്നാൽ കർത്താവ് പറയുന്നു, അന്ധകാരത്തിൻ്റെ ചങ്ങലയും ഞാൻ അഴിക്കുന്നവനാണ്. ആമേൻ. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? അന്ധകാരത്തിൻ്റെ ചങ്ങലയും എൻ്റെ കർത്താവ് അഴിക്കുന്നവനാണ്. നമുക്ക് തിരിച്ചു വരാം. ഇവനെക്കുറിച്ചുള്ള ഒരു പേരാണ് ഉൽപ്പത്തി 3:15 വെളിപ്പാട് 12:7-8 കാണുന്നത്. വായിക്കാം നമുക്ക് ഈ രണ്ട് വാക്യങ്ങളും മോള് വായിച്ച ശേഷം. Serpent, great dragon, old serpent. Genesis 3 verses 15, Revelation 12 verses 7-8. ഉൽപ്പത്തി പുസ്തകം 3:15 വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ. വെളിപ്പാട് 12:7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായൊരു മറ്റൊരു കാര്യം കൂടെ പുറത്തു വരും. വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 12:7-8. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാണ്. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. അപ്പൊ ഇവൻ പാമ്പാണ്, മഹാസർപ്പമാണ്. ഇവൻ പഴയ പാമ്പാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് കാണുന്നത്. അതിനെക്കുറിച്ചുള്ള ഭാഗം നമുക്ക് തർക്കമാണ് ഇവിടെ. ആ തർക്കം ഇല്ലാതെ തന്നെ പഠിക്കാൻ കഴിയും. ഉൽപ്പത്തി 3 ആ പാമ്പിനെ ഇവിടെ വിളിച്ചിരിക്കുന്നത് കറക്റ്റ് പിശാചെന്ന് തന്നെയാണ്. ആ കാര്യം അറിഞ്ഞിരിക്കുക. മുമ്പോട്ട് പോകാം. ഒരു പദം കൂടെ തൽക്കാലം വായിച്ചിട്ട് ഇവൻ്റെ ഒന്നാമത്തെ പതനത്തിലേക്ക് നമുക്ക് ഇന്നൊന്ന് വരണം. വായിച്ചാട്ട്. John 8:44. A manslayer, യോഹന്നാൻ 8:44. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവൻ കൊലപാതകനാണ്. അവൻ കൊലയാളിയാണ്. ലോകം മുഴുവൻ കൊലപാതകം നടത്തുന്നതിൻ്റെ ആശാനാണ്, അപ്പനാണ് അവൻ. നുണ പറയുന്നതിൻ്റെ അപ്പന. ആരെങ്കിലും നുണ പറയുന്നുണ്ടെങ്കിൽ അവരുടെ അപ്പനാണ് പിശാചെന്ന കാര്യം അറിഞ്ഞിരിക്കണം. അവരുടെ അപ്പൻ യേശുക്രിസ്തു അല്ല, അവരുടെ അടുത്ത് സ്വർഗത്തിലിരിക്കുന്ന പിതാവായ ദൈവമല്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ നുണ പറയുന്ന പെന്തക്കോസ്തുകാരുണ്ടെങ്കിൽ, നുണ പറയുന്ന ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ അപ്പൻ്റെ പേരാണ് മഹാസർപ്പം പിശാച് എന്നറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് മാറാൻ ഇന്ന് തന്നെ തയ്യാറാകുക എന്ന് ഓർപ്പിക്കുന്നു. മുമ്പോട്ട് പോകുന്നു. ഇനി നമുക്ക് ഇത്ര അറിഞ്ഞപ്പോൾ ഇവനെക്കുറിച്ച് അറിയേണ്ട മറ്റൊരു കാര്യമാണിത്. വായിക്കാം മോളെ ഈ വാക്ക്. the word Satan, 2 perspectives. സാത്താൻ എന്ന വാക്ക് 2 വീക്ഷണത്തിലാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. സാത്താൻ എന്ന പദം 2 വീക്ഷണത്തിൽ എഴുതിയിരിക്കുന്നത്. എബ്രായയിൽ എങ്ങനെയാണ്, ഗ്രീക്കിൽ എങ്ങനെയാണെന്നൊക്കെ വിശദീകരിക്കുന്നില്ല ഇപ്പോൾ. അത് സാത്താനെ കുറിച്ചുള്ള സ്റ്റഡി മാത്രം വരുമ്പോൾ പറയാം. ഇവിടെ നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇവിടെ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അഥവാ ബേസ്ഡ് ഓൺ മീനിങ്, അർത്ഥത്തിൽ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് വായിക്കാം നമുക്ക്. സാത്താൻ എന്ന വാക്ക് ഇതാണ് ഒരർത്ഥം. First, based on meaning, adversary. Numbers 22 verses 22, 1 King 5 verses 4, 1 King 11 verses 4, 23 and 25. ഈ വാക്യങ്ങൾ വായിക്കുന്നില്ല. പ്രതിയോഗി എന്നാണ്. പ്രതിയോഗി എന്ന വാക്ക് സാത്താൻ എന്ന വാക്കിന് അർത്ഥമാണ്. അപ്പം ആരെങ്കിലും പ്രതിയോഗിയായി ഉണ്ടെങ്കിൽ അവന് ഇടാവുന്ന പേരാണ് സാത്താൻ
എന്ന വാക്ക് എന്നറിഞ്ഞിരിക്കുക. 2, withstand. Numbers 22 verses 30. പ്രതിരോധിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഉള്ള ടൈറ്റിലാണ് സാത്താൻ എന്ന വാക്ക്. An adversary. 1 Samuel 29 verses 4. ദ്രോഹം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും പറയാൻ പറ്റിയ നല്ല ടൈറ്റിലാണ് ദ്രോഹി എന്നതിന്റെ അഡ്വേഴ്സറി എന്ന വാക്ക്. അടുത്തത് Adversaries. 2 Samuel 19 verses 22. Psalms 109 verses 6. എതിരാളി എന്ന് സാത്താൻ എന്ന വാക്കിന് അർത്ഥമുണ്ട്. ഇനി അർത്ഥങ്ങളുണ്ട്, അറിയുക. അപ്പൊ സാത്താൻ എന്ന് പറയുമ്പോൾ ബൈബിളിൽ ഒരാളത്വം അല്ലാതെ ഉപയോഗിച്ച അനേക ഇടങ്ങളുണ്ട്. ആളത്വം അല്ലാതെ ഉപയോഗിച്ച അനേക ഇടങ്ങളുണ്ട്. അപ്പൊ ആളത്വമായി ഉപയോഗിച്ചത് എങ്ങനെയുണ്ട് എന്ന് ഞാനിവിടെ വായിപ്പിക്കുന്നു. വായിച്ചാട്ടെ. Second, he is a person. 1 Chronicles 21 verses 1. Job 1 verses 6 to 12. Job 2 verses 1, 2, 3, 4, 6 and 7. Zechariah 3 verses 1 and 2. ഇയ്യോബിന്റെ പുസ്തകവും സെഖര്യാവിന്റെ പുസ്തകവും നമുക്കറിയാം. ഇയ്യോബിന്റെ അടുക്കൽ പിശാച് ചെന്നു എന്ന് പറയുന്നു. അത് ആളത്വമാണ്, അത് അർത്ഥം കൊണ്ടല്ല, ഒരാളായിട്ടാണ് അവിടെ ചെന്നിരിക്കുന്നത്. അപ്പോൾ പിശാച് എന്ന വാക്ക്, സാത്താൻ എന്ന പദം ബൈബിളിൽ 2 വിധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ വലുപ്പത്തിൽ വേണം അത് പഠിക്കുവാൻ. എങ്കിൽ അവനെക്കുറിച്ചുള്ള പഠനത്തിന്റെ വിഷയങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. വായിച്ചാട്ടെ ജീര. ടൈറ്റിൽ വന്നില്ലേ? ഒന്നാം പതനം. അതെ, ഫസ്റ്റ് ഫോൾ അഥവാ ഒന്നാമത്തെ പതനം എന്താണ്, എവിടെയാണ്? ഈ കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ ബൈബിളിൽ നിന്ന് വായിക്കാൻ ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുക കേട്ടോ. ഇവന്റെ ആദ്യത്തെ പതനം എവിടെയാണ്, എങ്ങനെയാണ് എന്ന കാര്യം അറിയണമെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടും യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള ടെക്സ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 28-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള ടെക്സ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാം ഇവന്റെ പതനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന വിശാലാർത്ഥം. വായിച്ചാട്ടെ. ഇവിടെ എഴുതിയിരിക്കുന്നത് അഭിയമോൾ. Cast down from the holy mountain of God. എല്ലാവരും പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ് ആദ്യം വെട്ടിയിട്ടെന്ന. ആ കാര്യം കൃത്യമായി മനസ്സിലാക്കണം. അതല്ല, സ്വർഗത്തിൽ നിന്ന് വെട്ടിയിട്ട കാര്യമല്ല വിഷയം. കൃത്യമായി ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ബൈബിളിലുള്ള വാക്കാണ് ദ ഹോളി മൗണ്ടൻ ഓഫ് ഗോഡ്. അതിലേക്ക് നമുക്കൊന്ന് കടക്കണം. വായിക്കാം. വിശുദ്ധ ദൈവപർവ്വതത്തിൽ നിന്ന് തള്ളി. 28-ന്റെ 14-ഉം 16-ഉം വായിക്കണം. 11 മുതൽ 16 ടെക്സ്റ്റ്. തൽക്കാലത്തേക്ക് 14-ഉം 16-ഉം ഒന്ന് വായിച്ചാൽ വേഗം മനസ്സിലാകും ഈ കാര്യം. വായിച്ചാട്ടെ. 28-ന്റെ 14. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് അടുത്ത വായിക്കാം. വായിച്ചാട്ടെ ഇംഗ്ലീഷ്. 28 verses 14. Thou art the anointed cherub that covereth, and I have said thee so. Thou wast upon the holy mountain of God. ഹോളി മൗണ്ടൻ ഓഫ് ഗോഡ്. 7 ഭാഗത്ത് ഈ പദം ബൈബിളിൽ കാണാം. 7 സ്ഥലത്ത് ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതമെന്ന് 7 സ്ഥലങ്ങളിൽ കാണാം എന്ന കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. ഒന്നുകൂടെ എടുത്തു പറയുന്നത് ഇത് വ്യക്തമാകണം എല്ലാവർക്കും. 16-ാം വാക്യം എടുക്കാം. 16-ാം വാക്യം. 28-ന്റെ 16. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. അടുത്തത്. നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. In English. 28 verses 16. By the multitude of thy merchandise they have filled the midst of thee with violence, and thou hast sinned. Therefore I will cast thee as profane out of the mountain of God, and I will destroy thee, O covering cherub. അവനെ തള്ളിയത് വിശുദ്ധ പർവ്വതമായ ദൈവത്തിന്റെ പർവ്വതമായ സ്ഥലത്ത് നിന്നാണ്. ഇവിടെ കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതം ഏതാ? ഒന്നോടെ എടുത്തു പറയുന്നു, അവനെ ആകാശത്ത് നിന്ന് വെട്ടിയ കാര്യമല്ല ഇത്. അറ്റ് ഫസ്റ്റ് ഒന്നാമത്തെ പതനം അവന് വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് തള്ളിയ കാര്യമാണ്. അത് സംബന്ധിച്ച് ബൈബിൾ നമുക്ക് തരുന്ന അറിവിലേക്ക് വരണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും 28-ന്റെ 11 മുതൽ 16 വരെ ടെക്സ്റ്റ് ഒന്ന് വായിച്ചേ പറ്റൂ. ദയവായി നമുക്ക് ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കാം. ജീന ഓടിച്ചൊന്ന് വായിച്ചാട്ടെ. 28-ന്റെ 11 മുതൽ 16 വരെ ലോകം മുഴുവൻ കേൾക്കേണ്ടതുള്ളതുകൊണ്ട് സ്പീഡിൽ വായിക്കേണ്ട,
നിർത്തി നിർത്തി ഭംഗിയായിട്ട് വായിച്ചോളൂ, സാധാരണ വായിക്കുന്ന പോലെ. യെഹെസ്കേൽ 28:11 മുതൽ 16 വരെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി. ഇവിടെ പറയുന്നത് സോർ രാജാവിനെ കുറിച്ചുള്ള വിലാപമാണ്. ആ സോർ രാജാവ് ആരാ? 14-ാം വാക്യം വായിക്കും. സോർ രാജാവ് ആരാ? നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. അപ്പൊ ഇവിടെ പറയുന്ന സോർ രാജാവ് വ്യക്തമാണ്, ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാണ്. ഇൻ ഇംഗ്ലീഷ് അത് അഭിഷക്ത കെരൂബാണ്, അനോയിന്റഡ് ചെറൂബ്. വായിച്ചോളൂ 12-ാം വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാന സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. അവൻ സർവജ്ഞാനിയാണെന്നല്ല, അവന് കൊടുത്ത ജ്ഞാനത്തിൽ അവൻ സമ്പൂർണതയുള്ളവനാ. ഒമിനീഷ്യന്റ് അല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ഒമിനീഷ്യന്റ് അല്ല, അവൻ ഒമിനിപൊട്ടന്റ് അല്ല, ഒമിനി പ്രസന്റ് അല്ല. പകരം അവന് കൊടുത്ത ജ്ഞാനത്തിൽ, ലഭിച്ച ജ്ഞാനത്തിൽ അവൻ സമ്പൂർണനാ, ഏൽപ്പിച്ച ജ്ഞാനത്തിൽ അവൻ സമ്പൂർണനാ. തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ ദൈവം മാത്രമാണ് സർവജ്ഞാനി. ആമേൻ. ഈ ഒരു അറിവിലേക്ക് നമ്മൾ വരണം. കഴിഞ്ഞിട്ടില്ല. അടുത്തത്, ഈ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായി. അപ്പൊ ഇവൻ എവിടെയായിരുന്നു? ഇവന് വസിക്കാൻ കൊടുത്തത്, താമസിക്കാൻ കൊടുത്തത് ഏദൻ തോട്ടത്തിലായിരുന്നു. ഇവന്റെ വാസം കൃത്യമായി ഏദൻ തോട്ടത്തിലായിരുന്നു. നമുക്ക് ബൈബിൾ വായിച്ചു പോയാൽ നന്നായി തെളിയും ഇത്. അടുത്തത്, താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. ഇതിന്റെ വിശദീകരണമൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ തരാം. നമ്മളൊരു പോയിന്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ വായിക്കുന്നത്. വായിച്ചാട്ടെ. അടുത്തത്, നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു, ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തി. അവിടെ ദേവ എന്നത് തമിഴ് ചൊവ്വയാണ്. വിശുദ്ധ ദൈവ പർവ്വതം എന്ന് തന്നെ ജീന വായിച്ചോളൂ ധൈര്യമായിട്ട്. വിശുദ്ധ ദൈവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കൻ. അപ്പൊ ഇവൻ ആരായിരുന്നു? പാപം ചെയ്യും മുമ്പ് അവൻ നിഷ്കളങ്കനായിരുന്നു. 6 ഘട്ടത്തിൽ 1-ാമത്തെ ഘട്ടം അതാണ് നിഷ്കളങ്ക കാലം. 1-ാമത്തെ ഘട്ടം, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സൈത്താൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് പീരീഡാണ്. ഈ അറിവുണ്ടായിരിക്കണം. അപ്പൊ 1-ാം ഘട്ടം നമ്മൾ കാണുമ്പോൾ പെർഫെക്റ്റ് പീരീഡ്. അവിടെ പതനം ഏതാണെന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കുക. ഇവൻ വസിക്കുന്നത് ഏദനിലും വാഴുന്നത് സിയോനിലുമാണ്. വാഴുന്നത് സിയോനിലുമാണ്. അതിന്റെ കാരണം എന്താ? ദൈവപർവ്വതം എന്ന് വിളിച്ചിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? വിശുദ്ധ ദൈവപർവ്വതം എന്ന് ബൈബിളിൽ വിളിച്ചിട്ടുള്ളത് 7 ഇടങ്ങളിലാണ്. അത് മൊത്തം സിയോന് വേണ്ടിയാണ്. യോവേൽ പ്രവചനം 3-ന്റെ 17-ാം വാക്യം വായിച്ചാട്ടെ. ജോയൽ ചാപ്റ്റർ 3:17. ഈ ടൈറ്റിൽ വായിച്ചിട്ട് നമുക്ക് മലയാളം വായിക്കാം. Zion is the holy mountain of God. Joel 3:17, Psalms 48:1 and 3, Daniel 9:16, Matthew 5:35, Isaiah 20, Joel 3:17, Psalms 48:1. യോവേൽ 3:17 മത്തായി 5:35 ജീന നിർത്തി വായിക്കണം. ജോയൽ 3:17, മാത്യു ചാപ്റ്റർ 5:35 വായിച്ചാട്ട്. യോവേൽ 3:17. അങ്ങനെ ഞാൻ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്നവനായി നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയും. ആ വാക്യം എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കുമോളെ. അങ്ങനെ ഞാൻ എന്റെ വിശുദ്ധ പർവ്വതമായ എന്റെ വിശുദ്ധ പർവ്വതമായ സിയോൻ. എല്ലാവരും ശ്രദ്ധിച്ച് വായിച്ചോളൂ. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ. അപ്പൊ ദൈവം വാഴാൻ ഭൂമിയിൽ ആഗ്രഹിക്കുന്ന കേന്ദ്രസ്ഥാനം, ക്യാപിറ്റൽ ഓഫ് ദി എർത്ത്, ദൈവത്തിന്റെ ക്യാപിറ്റൽ ഓഫ് ദി എർത്ത് സയോനാണ്. ആ സയോനിലാണ് ഈ പറഞ്ഞ കെറൂബ്, അഭിഷക്ത കെറൂബിനെ ദൈവം ഇരുത്തിയത്. കൃത്യമായി അറിയണം, ആദ്യമായിട്ട് അവൻ ഇരുത്തിയത് സയോനിലാണ്. ദ ക്യാപിറ്റൽ ഓഫ് ദി എർത്ത് ഓഫ് ഗോഡ്. കൃത്യമായി മനസ്സിലാക്കുക.
എൻ്റെ വിശുദ്ധ പർവ്വതമായ ഞാൻ വസിക്കുന്ന. അപ്പം ദൈവം വാഴാൻ ഭൂമിയിൽ ആഗ്രഹിക്കുന്ന സ്ഥലം സയോനാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. പോരാ, 5:35 കൊണ്ട് ഒന്ന് വായിച്ചു നോക്കി. ഇതെല്ലാം വാക്കി നിങ്ങൾ വായിക്കേണ്ടതാണ്. വായിച്ചാട്ടെ. മത്തായി 5:35. അത് അവന്റെ പാദപീഠം, യെരൂശലേമിനെ കൊണ്ട് അരുത്, അത് മഹാരാജാവിന്റെ നഗരം. യെരൂശലേം മഹാരാജാവിന്റെ നഗരമാണ്. അപ്പോൾ സിയോനും യെരൂശലേമും തമ്മിൽ ബന്ധം എന്താണ്? സങ്കീർത്തനം 48:1-3 വായിച്ചാട്ടെ, 1 മുതൽ 3 വരെ. സിയോനും യെരൂശലേമും തമ്മിലുള്ള ബന്ധം എന്താണ് നമുക്ക് നോക്കാം. സങ്കീർത്തനം 48:1-3 വരെ. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാവുന്നു. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? മഹാരാജാവിന്റെ നഗരം സിയോനാണ്. മഹാരാജാവ് വാഴുന്ന നഗരം യെരൂശലേമാണ്. യെരൂശലേമും സിയോനും തമ്മിലുള്ള ബന്ധം നമുക്ക് പഠിക്കാം. യെരൂശലേമിന് ചുറ്റും 5 കുന്നുകളാണ്. 5 കുന്നുകളുടെ പേര് എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉയരം കൂടിയ കുന്നാണ് സയോൻ. അതാണ് സങ്കീർത്തനത്തിൽ ആ കുന്നുകളെ കുറിച്ച് പറയുന്നത്. ചുറ്റും കുന്നുകളാണ്, 5 കുന്നുകൾ. അതിൽ ഏറ്റവും ഉയരം സയോനാണ്. ആ കുന്നിൻ്റെ പേരാണ് ദൈവം വസിക്കുന്ന, ദൈവം വാഴുന്ന, ദൈവത്തിൻ്റെ ക്യാപിറ്റലായി എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് ഒരു വാക്യം കൊണ്ട് ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ വായിക്കേണ്ടത് നിങ്ങൾ എഴുതി വെച്ചോളൂ. യെശയ്യാവ് 24:23 കൂടെ എഴുതി വെച്ചോളൂ അറിയാൻ വേണ്ടി. 1000 ആണ്ടിൽ നമ്മുടെ കർത്താവ് വാഴാൻ പോകുന്നത് സിയോനിൽ ഇരുന്നാണ് എന്ന് കൃത്യമായി അവിടെ എഴുതിയിരിക്കുന്നു. അന്ന് മൂപ്പന്മാരുടെ തേജസ് എന്തായിരിക്കുന്നു അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യം പിശാചിനെ തള്ളിയത്, ആദ്യം സാത്താനെ തള്ളിയത് സ്വർഗത്തിൽ നിന്നല്ല, ആകാശത്തിൽ നിന്നല്ല എന്ന കാര്യം ഉറക്കെ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതറിഞ്ഞിരിക്കണം. എപ്പോഴാണ് തള്ളുന്നേ അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇവിടെ കൃത്യമായി അറിയുക, ആകാശത്ത് നിന്നല്ല, സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് വീഴുന്നതല്ല ആദ്യത്തെ കാര്യം. ആദ്യത്തെ കാര്യം, അവൻ നിഷ്കളങ്കനായിരുന്ന സമയത്ത് ഏദൻ തോട്ടത്തിൽ വസിച്ചിരുന്നു, സിയോനിൽ വാണിരുന്നു. അവിടെ വെച്ചവൻ പാപം ചെയ്തു. എന്തൊക്കെ പാപങ്ങളാണെന്ന് നമുക്ക് പഠിക്കാം പിന്നീട്. അതൊക്കെ കൃത്യമായി എബ്രായ ഭാഷയിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. കോർട്ടലക്ഷ്യം വരെ അവൻ ചെയ്തിട്ടുണ്ട്. കോടതി അലക്ഷ്യം വരെ അവൻ നിഗളിച്ചിട്ടുണ്ട്. നിഗളിച്ചത് ആ പാദം തിമോഥെയോസ് ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നു. അങ്ങനെ ഒത്തിരിയുണ്ട്. സാഹസമുണ്ടവന്. ആ വലിയ പാപങ്ങൾ ചെയ്ത് അവൻ നഷ്ടപ്പെട്ടത് എന്താ? അവൻ വാണിരുന്ന സയോനിലെ വാഴ്ചയാണ് ദൈവം മാറ്റിയത്. അതിന് തെളിവാണ് 16-ാം വാക്യം. നമുക്കെടുക്കാം. 28-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. യെഹെസ്കേൽ 28:16. വേഗം വായിച്ചാൽ. യെഹെസ്കേൽ 28:16. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. സിയോനിൽ നിന്നാണ് തള്ളിയത്. സിയോനിൽ നിന്നാണ് തള്ളിയത്. വിശുദ്ധ ദൈവ പർവ്വതമായ സയോൻ, അവിടെയാണ് വാഴാൻ കൊടുത്തത്. അവന് അവിടെയാണ് കൊടുത്തത്. ആ വാഴാൻ സ്ഥലം, അവൻ രാജ്യമുണ്ട്. ആ രാജ്യം വാഴാമായിരുന്നു. പക്ഷെ അവൻ പാപം ചെയ്തു. അവൻ അഹങ്കാരത്തിലായി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബൈബിളിൽ എഴുതിയ അഹങ്കാരം എന്ന് പറഞ്ഞ കൊച്ചഹങ്കാരങ്ങളൊന്നുമല്ല. യെഹെസ്കേൽ പ്രവചനത്തിൽ തന്നെ പറയുന്നു, സൗന്ദര്യത്തിൻ്റെ അഹങ്കാരം. ചില പെണ്ണുങ്ങൾക്കൊക്കെ സൗന്ദര്യത്തിൻ്റെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പ്രൗഡ് ഓഫ് ബ്യൂട്ടി. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. സൗന്ദര്യത്തിൻ്റെ അഹങ്കാരം കൊണ്ട് വീർപ്പ് മുട്ടിയ ഒരുവനാണ് പിശാച്. പോരാ, അവൻ്റെ ബിസിനസ്സിൻ്റെ അഹങ്കാരം കൊണ്ട് വീർപ്പ് മുട്ടിയവനാണ് പിശാച്. സാഹസത്തിൻ്റെ അഹങ്കാരം കൊണ്ട് വീർപ്പ് മുട്ടിയവനാണ് പിശാച്. നിഗളത്തിൻ്റെ വലുപ്പമാണ് അവൻ്റേത്. അങ്ങനെ അവൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം അവനെ തള്ളിയത് വളരെ വ്യക്തമാണ്. വാഴ്ചയിൽ നിന്നാണ്, വാസത്തിൽ നിന്നാണ്. ഇനി ഇവിടെ പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം, അഹങ്കാരം മൂത്താൽ ഏത് പെന്തക്കോസുകാരനായാലും എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്, നിന്റെ സ്ഥാനം നഷ്ടപ്പെടും. സംഘടനകൾ തന്ന സ്ഥാനമല്ല, സംഘടനകൾ തന്ന കസേരയല്ല, അതൊക്കെ നിൽക്കുന്നതല്ല, അതൊക്കെ താൽക്കാലികമാണ്. എന്നാൽ ദൈവം നിനക്ക് നൽകുന്ന സ്ഥാനം, ദൈവം നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, ദൈവം നിനക്ക് നൽകുന്ന കൃപാവരങ്ങൾ,
ദൈവം നിൽക്കുന്ന അഭിഷേകം, ദൈവം നിൽക്കുന്ന ആത്മനിറവ്, ഇതെല്ലാം അഹങ്കാരം കൊണ്ട് നഷ്ടപ്പെടും. ഇന്ന് അങ്ങനെ അഹങ്കാരം കൊണ്ട് നഷ്ടപ്പെട്ട എത്ര പേരുണ്ടെന്നറിയാമോ? നമുക്ക് ഒരുമിച്ച് പറയാം, അവരുടെ മടങ്ങി വരവിന് വേണ്ടി ദൈവം അവരെ സന്ദർശിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ സന്ദർശനത്തിനായി ഇന്നത്തെ മീറ്റിംഗിൽ പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ഫാമിലി ലൈഫിൽ, നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ലൈഫിൽ, നമ്മുടെ എഡ്യൂക്കേഷനിൽ വലിയ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, തള്ളി മാറ്റിയിട്ടുണ്ടെങ്കിൽ, ആത്മീക അനുഭവങ്ങളുടെ കലവറയായിരുന്ന പലരും അതിൽ നിന്ന് തള്ളി മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവം ശക്തമായി ദൂത് പറയുകയാണ്, നീ ആ സ്ഥലത്ത് നിന്ന് മടങ്ങി വരണം. റിട്ടേൺ ടു ഗോഡ്, റിട്ടേൺ ടു ഗോഡ്. ഹോശേയ 14:1 മുതൽ 5 വരെ വായിക്കുമ്പോൾ 7 കാര്യങ്ങളാണ് മടങ്ങി വരവിന് വേണ്ടി അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാമത്തേത്, എവിടെ നിന്ന് വീണു എന്ന് നിർണയത്തോടെ മടങ്ങേണ്ടതാണ്. 2, റിപ്പൻഡൻസോടെ മടങ്ങേണ്ടതാണ്. 3, ഏറ്റുപറച്ചിലൂടെ, കൺഫെഷനോട് മടങ്ങേണ്ടതാണ്. 4, ഇതെല്ലാം കഴിഞ്ഞ ശേഷം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മടങ്ങേണ്ടതാണ്. അടുത്തത്, നീ പ്രഖ്യാപിച്ചുകൊണ്ട് മടങ്ങണം. മറ്റുള്ളവരെ ആശ്രയിച്ച് അവർ വലുവരാണ്, അവരാണ് എൻ്റെ ആശ്രയം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആശ്രയത്തെ ഏറ്റുപറഞ്ഞില്ല, എൻ്റെ ദൈവമാണ് ആശ്രയിക്കാൻ കൊള്ളാകുന്നവൻ എന്ന് പറഞ്ഞ് മടങ്ങേണ്ടതാണ്. ഇവിടെ അറിഞ്ഞിരിക്കണം, പിശാചിന് വന്ന നഷ്ടം ചെറുതല്ല. ആദ്യത്തെ ആരംഭം എന്ന് പറയുന്നത് വാഴ്ച കൊടുത്തതാ, വാസം കൊടുത്തതാ. വാസവും വാഴ്ചയും അവന് നഷ്ടപ്പെട്ടതുപോലെ അനേകർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി അങ്ങനെ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ മാർഗം എന്തെന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു. അറ്റ് ഫസ്റ്റ് അഷറൻസോടുകൂടെ എവിടെ വീണു, എന്താണ് വീഴാൻ കാരണം, ആ നിർണയത്തോടുകൂടി നീ മടങ്ങിയാൽ എൻ്റെ ദൈവം നിനക്കൊരു വിടുതൽ നൽകുന്നതാണ്. ശക്തമായൊരു ദൂത് ക്രൈസ്തവ ലോകത്തോട്, മതലോകത്തോട്, മനുഷ്യലോകത്തോട് ഈ രാത്രി ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. മടങ്ങി വരാൻ തയ്യാറായാൽ, റിട്ടേൺ ടു ഗോഡ് എന്ന് പറയുന്ന വലിയ തത്വത്തിലേക്ക് വരാൻ തയ്യാറായാൽ സ്വർഗം നിന്നെ അനുഗ്രഹിക്കുമെന്ന് ഉറപ്പുള്ളവർ കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. നമുക്ക് ഒന്നിച്ച് പറയാം, മടക്കി വരുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ ഒരു അനുഭവം പറയാൻ താല്പര്യമുണ്ട്. 70ഓളം പാസ്റ്റർമാരിരിക്കുന്ന ഒരു മീറ്റിംഗ്, 11 ദിവസത്തെ മീറ്റിംഗ് ആണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അതിലൊരു പകൽ 11 ദിവസത്തെ മീറ്റിങ്ങിലെ പകലിൽ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 70ഓളം പേര് അവിടെ കസേരകളിൽ പുറകിലിരിപ്പുണ്ട്. അതിലൊരാൾ എഴുന്നേറ്റ് നിന്ന് ഞാൻ അറിഞ്ഞില്ല. ബാബു അലക്സ് എന്ന് പറഞ്ഞ പാസ്റ്ററാണ് അവിടെ ശുശ്രൂഷിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ. അദ്ദേഹം എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു, സാറേ പ്രസംഗം നിർത്തണം, ഒരു വ്യക്തി പുറകിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, 1 മിനിറ്റ് അദ്ദേഹത്തിന് കൊടുക്കണം. കണ്ണ് നിറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. ഞാൻ അവിടെ പോയിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഇന്നാര് എഴുന്നേറ്റ് നിൽക്കണം, അദ്ദേഹത്തിൻ്റെ വൈഫ് എഴുന്നേറ്റ് നിൽക്കണം, കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. എനിക്കുള്ള അധികാരം വെച്ചുകൊണ്ട് ഞാൻ അവർക്കുള്ള നന്മകൾ തടഞ്ഞു. ഇന്ന് ആ പ്രിയപ്പെട്ടവരോട് ഞാൻ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ സംഭവിച്ചതറിയണ്ടേ, ഒരു ആത്മപകർച്ചയുണ്ടായി. ഈ മനുഷ്യൻ അറിയപ്പെട്ട ആളാണ്, ജില്ലയുടെ ഏറ്റവും ഉയർന്ന വലിയ മനുഷ്യനാണ് ജില്ലയുടെ. അദ്ദേഹം പാസ്റ്റർമാരുടെ കൂട്ടത്തിൽ ഇരുന്നതാണ്. അത് ഏറ്റുപറഞ്ഞ ശേഷം 18 പ്രശ്നങ്ങളാണെന്ന് തീർന്നത്, 18 കുടുംബങ്ങളുടെ പ്രശ്നങ്ങളാണെന്ന് തീർന്നത്. അവരെല്ലാവരും ഏറ്റു പറഞ്ഞു. അതാണ് ഉണർവ്, അതാണ് ശരിയായ ഉണർവ്. ആ ഉണർവ് 12:30 നിൽക്കേണ്ട യോഗം അന്ന് 3:45 എൻ്റെ ഓർമ്മ ദൈർഘ്യമായി. പിന്നെ ഞാൻ പ്രസംഗിച്ചില്ല. പിന്നെ ബാബു ജോനാണ് നയിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാത്രി ഈ ദൂതിലൂടെ അനേക സഭകളുടെ കെട്ടുകൾ, അനേക കുടുംബങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ഇതൊരു വലിയ മെസ്സേജായി യൂട്യൂബിൽ കിടക്കട്ടെ. അനേകരുടെ ബന്ധനങ്ങൾ ദൈവം അഴിക്കട്ടെ. നമുക്ക് തിരിച്ചു വരാം. സമയമായതുകൊണ്ട് ഞാനിവിടെ കുത്തിടേണ്ടിയിരിക്കുന്നു. പിശാചിൻ്റെ ഒന്നാമത്തെ പതനം സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് വീണതല്ല എന്ന കാര്യം കൃത്യമായി അറിയുക. 2, അവൻ്റെ പതനത്തിൻ്റെ കാരണം അവൻ അഹങ്കാരിയായതാണ്. അവൻ കൃത്യമായി സാഹസം ചെയ്തതാണ്. അവൻ കോടതി അലക്ഷ്യം ചെയ്തതാണ്. അങ്ങനെ നിരവധി പാപങ്ങൾ അവൻ്റെ ഉണ്ട്, ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തതിൻ്റെ പേരിൽ തമ്പുരാൻ
അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. നല്ലൊരു വാസം കൊടുത്തിരുന്നു ഏദനിൽ, അതും വിട്ടു. നല്ലൊരു യാത്രാ സൗകര്യം കൊടുത്തിരുന്നു, അഗ്നിമയ രഥങ്ങളിൽ യാത്ര ചെയ്യാമായിരുന്നു, അതും നഷ്ടപ്പെട്ടു. ഇതെല്ലാം നഷ്ടപ്പെട്ടത് പാപം ചെയ്തതിനാലാണ്. പാപം ചെയ്തതിനാലാണ്. ഉറക്കെ പറയട്ടെ, പാപം ചെയ്യുന്ന വലിയവരായാലും ചെറിയവരായാലും ഓർത്തോളം, ദൈവം തന്ന സ്ഥാനങ്ങൾ, ദൈവം തന്ന നന്മകൾ, ദൈവം തന്ന അനുഗ്രഹങ്ങൾ, ദൈവം തന്ന പദവികൾ നഷ്ടപ്പെടുമെന്നറിഞ്ഞിരിക്കുക. അത് തിരിച്ചു കിട്ടാൻ ഒരേ ഒരു മാർഗം, ഉള്ളു തുറന്ന് ഹൃദയം തുറന്ന് മഹാരാജാവായ ദൈവത്തോട് പറയാം. ആ പറഞ്ഞ് മടങ്ങി വന്നാൽ ഈ രാത്രി നിന്റെയും ബന്ധനം അഴിക്കാൻ എൻ്റെ യേശു തയ്യാറാണ്. അനുഭവങ്ങൾ ഒത്തിരി പങ്കുവയ്ക്കാനുണ്ട്. വാക്ക് ഇവിടെ നിർത്തട്ടെ. അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ റെജി തോമസ് പാസ്റ്ററുടെ കയ്യിലേക്ക് മൈക്ക് കൈമാറുന്നു. ഗാഡ് ബ്ലസ് യു.